1976 സ്ഥാപിതമായ ഈ ഇടവക 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന അനുഗ്രഹമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സന്ധ്യകളിലൊന്നിലായിരിക്കും നമ്മളിവിടെ ആയിരിക്കുന്നത്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഈവനിങ്സ് ദിസ് ചർച്ച് ഹസ് എവർ വിറ്റ്നസ്ഡ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പെസഹ ആചരിക്കുന്നതിനെ കുറിച്ച് അതിമനോഹരമായ ചില നിർദ്ദേശങ്ങളും സങ്കല്പങ്ങളുമുണ്ട്. ഓരോ പെസഹായിക്കും ആചാരപരമായ അവരുടെ കാരണങ്ങളും കാര്യങ്ങളുമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം കുടുംബമായി ഓരോരുത്തരും അത്താഴത്തിനിരിക്കും. അത്താഴത്തിനിരിക്കുമ്പോൾ അത് വളരെ ഒരു സെറിമോണിയസ് ആയിട്ടുള്ളൊരു മീലാണ്. കാരണം ആ അത്താഴത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. സാധാരണ ദിവസങ്ങളിൽ അവർ ഭക്ഷിച്ചു വന്നിരുന്നത് പുളിപ്പുള്ള അപ്പമായിരുന്നുവെങ്കിൽ ദാറ്റ് ഈവനിങ് വാസ് ദ ഈവനിങ് ഓഫ് an unleavened bread. സാധാരണ ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി കയ്പുള്ള ചീരയും അത്തരത്തിലുള്ള വിശിഷ്ടമായ അല്പം സങ്കടകരമായ ഭക്ഷണങ്ങളൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി വരുന്ന സമയത്ത് അവരുടെ ചടങ്ങാണ് കൂട്ടത്തിലെ ഏറ്റവും ഇളയവൻ ചോദിക്കണം. ആ കൂട്ടത്തിലെ ഏറ്റവും മൂത്തയാളാണ് ചോദിക്കുന്നത്, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ഈവനിങ്? ഈ സന്ധ്യയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ അങ്ങ് ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുന്ന സമയത്ത് യഹോവ അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മോശ മുഖാന്തരം. അതിലൊരു നിർദ്ദേശം ഇങ്ങനെയാണ്: ഞാൻ മിസ്രയീമിൽ നിന്നും പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം നിമിത്തം ആകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആ ദിവസത്തിൽ നീ നിന്റെ മകനോട് പറയണം. അന്ന് തൊട്ട് തന്നെ ഇസ്രായേലിലെ പുരുഷന്മാരെ ഭരമേൽപ്പിച്ച ഒന്നായിരുന്നു ജസ്റ്റ് ട്രാൻസ്മിറ്റ് ദിസ് ടു യുവർ ജനറേഷൻ. അതുകൊണ്ട് ഓരോ പെസഹായിക്കും എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കുടുംബത്തിലെ മൂത്തവൻ പറഞ്ഞു തുടങ്ങും, ഞങ്ങളുടെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഇസ്രായേലിന്റെ മുഴുവൻ ചരിത്രവും ഓരോ പെസഹായിക്കും തലമുറകളിലേക്ക് ഇങ്ങനെ സന്നിവേശിപ്പിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ഈവനിങ് ആസ് ഫാർ ആസ് വി ആർ കൺസേൺഡ്? ഇത് തലമുറകളിലേക്ക് ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ കുറിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുവാനുള്ള, പകർന്നു നൽകുവാനുള്ള പരിശുദ്ധമായൊരു സമയമാണ്. ഈ ഇടവകയുടെ 50-ാമത്തെ പെരുന്നാളാണിത്. ഞാൻ കഴിഞ്ഞ സന്ധ്യയിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഇത് യോവേൽ സംവത്സരമാണ്. ജൂബിലി എന്ന സങ്കല്പം നമുക്കറിയാമല്ലോ, അത് തീർത്തും വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ഒന്നാണ്. 7-ാമത്തെ വർഷം ശാബതാണ്. ശാബത് വിശുദ്ധമാണ്, ശാബത് വർഷവും വിശുദ്ധമാണ്. അങ്ങനെ 7 ശാബത് വർഷങ്ങൾ, 7 ശാബത് വർഷങ്ങളുടെ 49th ഇയർ ആണ് ശാബത് വർഷങ്ങളുടെ ശാബത്. അതിനുശേഷം വരുന്ന 50-ാമത്തെ വർഷം, ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ആ വർഷത്തെ നിങ്ങൾ യോബേൽ സംവത്സരമെന്ന് വിളിക്കണം. ആ വർഷത്തെ നിങ്ങൾ യോബേൽ സംവത്സരമെന്ന് വിളിക്കണം. ആ അധ്യായം മുഴുവനും എന്താണ് യോബേൽ സംവത്സരത്തിൽ ഓരോ യഹൂദനും ചെയ്യേണ്ടത് എന്ന് അടിവരയിടുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഹോവയായ ദൈവം മോശയിലൂടെ ജനത്തോട് പറയുകയാണ്, that should be a year of new beginnings. പുതിയ തുടക്കങ്ങളുടെ വർഷമാകണം ഈ യോവേൽ സംവത്സരം. നമ്മെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ 50 വർഷങ്ങൾ ഒരു സാക്ഷ്യത്തോടെ ഈ പ്രദേശത്തായിരിക്കുവാൻ നമുക്ക് സാധിച്ചു. പരിശുദ്ധനായ മാർ സ്തേഫാനോ സഹദായുടെ ശ്രേഷ്ഠ മധ്യസ്ഥതയിൽ, സ്തേഫാനോ സഹദായുടെ വലിയ പ്രത്യേകത നമുക്കറിയാം, രക്തസാക്ഷികളുടെ കടിഞ്ഞൂലാണ്. നാം വായിച്ചു കേട്ടത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കുരിശിൽ നിന്നൊഴുകിയ രക്തത്തിന്റെ
ആദ്യ ഫലമാണ് സ്തെഫാനോസ് സഹദ. കുരിശിൽ നിന്നൊഴുകിയ രക്തത്തിന്റെ ആദ്യ ഫലമാണ് സ്തെഫാനോസ് സഹദ. ആ മഹാപരിശുദ്ധനായ രക്തസാക്ഷിയായ സഹദയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ 50 വർഷങ്ങളായി നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, ഈ സന്ധിയിൽ ഈ യോബേൽ വർഷത്തിൽ അന്ന് എന്താണ് വിഭാവനം ചെയ്തത് എന്നുള്ളത് നമ്മുടെ അനുഭവമായി ഒന്ന് ചേർത്ത് വളരെ വേഗം 2-3 കുറിപ്പുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുവാനുള്ള സമയം അല്ലല്ലോ. ഞാൻ 3 കുറിപ്പുകളാണ് കുറിച്ചിരിക്കുന്നത്. നക്കമിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത് ഞാൻ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദിസ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലിബറേഷൻ. ഇത് വിമോചനത്തിന്റെ വലിയ പെരുന്നാളാണ്. യോവേൽ വർഷത്തിന്റെ വലിയ സങ്കല്പങ്ങളിൽ ഒന്ന്, എഴുത്തുകാരൻ പറയുകയാണ്, യു ഷുഡ് പ്രൊക്ലെയിം ലിബറേഷൻ ഓർ ഫ്രീഡം ടു ഓൾ അറൗണ്ട് യു. എല്ലാവർക്കും സ്വാതന്ത്ര്യവും വിമോചനവുമാണ് വാസ്തവത്തിൽ ഈ യോവേൽ സംവത്സരം പ്രദാനം ചെയ്യേണ്ടത്. എന്തിൽ നിന്നുള്ള മോചനം? എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? അടിമകളുണ്ടെങ്കിൽ they should be set free. അടിമത്തത്തിൽ നിന്ന് മോചനം കൊടുക്കണം. കടങ്ങളുണ്ടെങ്കിൽ കടത്തിൽ നിന്ന് മോചനം കൊടുക്കണം. എല്ലാ തരത്തിലുമുള്ള കെട്ടുപാടുകളിൽ നിന്ന്, അടിമത്തങ്ങളിൽ നിന്ന്, ചങ്ങലകളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകണം, വിമോചനം നൽകണം. ഞാൻ ഈ കഴിഞ്ഞ സന്ധിയിൽ ഓർമ്മിപ്പിച്ചത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഓരോ പെരുന്നാളുകളും എന്തിനുള്ളതാണെന്നാണ് നാം കേട്ടത്? നമ്മൾ പാടാറുണ്ട്, ഈ പെരുന്നാളിൽ കർത്താവേ നിൻ കോപത്തെ നീക്കണം, ഈ പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകണം ഞങ്ങൾ, ഈ പെരുന്നാളിൽ കർത്താവേ തരണം ഞങ്ങൾക്ക് ഉൾവെണ്മ. വാസ്തവത്തിൽ ഇത് 3ഉം ചില സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളാണ്. ഓരോ വിശ്വാസിയും ഓരോ ക്രിസ്ത്യാനിയും അവന്റെ ജീവിതത്തിൽ ആയിപ്പോയ, അല്ല ചെന്ന് പെട്ടുപോയ ചില ആത്മീയ അടിമത്തങ്ങളുണ്ട്. ചില സ്പിരിച്വൽ പ്രിസൺസ് ഉണ്ടെന്ന് ഞാൻ പറയും. ചില സ്പിരിച്വൽ സ്ലേവറീസ് ഉണ്ടെന്ന് ഞാൻ പറയും. അത് അതിന്റെ പോസിറ്റീവ് സെൻസിൽ മാത്രം എടുത്താൽ മതിയാവും. ആത്മീയതയിൽ ദൈവാനുഭവത്തിൽ വളരേണ്ടിയിരുന്ന ഇടത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തെറ്റിപ്പോയി ചെന്നുപെട്ടുപോയ ആത്മീയ അടിമത്തങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള വിമോചനമാകണം സ്നേഹിത വാസ്തവത്തിൽ ഈ യോവേൽ പെരുന്നാൾ എനിക്കും നിങ്ങൾക്കും വാഗ്ദാനം ചെയ്യേണ്ടത്. സ്തെഫാനോസ് സഹദായെ കുറിച്ച് ഒരു വാക്ക് ചേർത്ത് വായിക്കണം. സ്തെഫാനോസ് സഹദായുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയിടുമ്പോൾ ആ അധ്യായങ്ങളിലൊക്കെ നിഴലിച്ചു നിൽക്കുന്ന ഭാവം വാസ്തവത്തിൽ ധൈര്യം എന്നുള്ളതാണ്, കറേജ് എന്നുള്ളതാണ്. ഹി വാസ് നെവർ ഹെസിറ്റന്റ് ടു സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ജീസസ്. കർത്താവിനെതിരെ നിൽക്കുവാൻ അവന്, അല്ല കർത്താവിന് ചേർന്ന് നിൽക്കുവാൻ അവന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് മരണമായിരുന്നു. അവനറിയാമായിരുന്നു ഏതാനും നിമിഷത്തിനപ്പുറം താൻ കൊല്ലപ്പെടുമെന്ന്. എന്നാൽ ആ മരണമുഖത്ത് നിൽക്കുമ്പോഴും അവന് ഭയമുണ്ടായിരുന്നില്ല. അവന് ഭയമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹി വാസ് ഫ്രീ ടു സ്പീക്ക് ഫോർ ജീസസ്. കർത്താവിന് വേണ്ടി സംസാരിക്കുവാനുള്ള ധൈര്യമായിരുന്നു വാസ്തവത്തിൽ. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ കുറിപ്പ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ആത്മീയ ധൈര്യം രൂപപ്പെടുത്തിയെടുക്കുവാൻ സ്നേഹിതരെ നമുക്ക് സാധിക്കണം. ചിലതിനോടൊക്കെ ഒന്ന് നോ എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം. എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുമൊക്കെ പലപ്പോഴും ഇടവകയായിട്ട്, കുടുംബങ്ങളായിട്ട്, വ്യക്തി ജീവിതങ്ങളായിട്ട് പല ഹാബിച്വൽ ഡിസോർഡേഴ്സിലും ചെന്നുപെട്ടിട്ടുണ്ട്. ഇഫ് ദിസ് ഇസ് എ ഫ്രഷ് ബിഗിനിങ്, നമുക്ക് അത്തരത്തിലുള്ള കെട്ടുപാടുകളെ പൊട്ടിച്ചെറിയുവാൻ സാധിക്കുമോ എന്ന് ഒന്നാമത് ചിന്തിക്കണം. ദിസ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലിബറേഷൻ. രണ്ടാമത് ഞാൻ കുറിച്ചിരിക്കുന്നത് ഇത് പൈതൃക അവകാശങ്ങളിലേക്കുള്ള മടക്കയാത്രയുടെ പെരുന്നാളാണ്. ദിസ് ഈസ് എ റിട്ടേൺ ടു ഓൾ ആൻസിസ്ട്രൽ പ്രിവിലേജസ്. യോവേൽ പെരുന്നാളിന്റെ സംവത്സരത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് എന്തെന്നറിയാമോ? നിങ്ങളുടെ പൂർവിക അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളതാണ്. കാരണം ഏറെക്കാലമായി, കഴിഞ്ഞ 50 വർഷങ്ങളായി നിങ്ങൾ ഒരുപാട് ഡീവിയേഷൻസ് എടുത്തു കാണും ജീവിതത്തിൽ. അവരോട് പറയുകയാണ്, there are high chances for you to deviate from your origins, from your roots. അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ 50ാമത്തെ വർഷം വളരെ മെഡിറ്റേറ്റീവായിട്ട് ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്ന വണ്ണം നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ട്രൈ ടു ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്.
അടിസ്ഥാനങ്ങളിലേക്ക്, പൈതൃക അവകാശങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടാണ്. സ്തെഫാനോസ് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം, അതൊരു വലിയ അധ്യായമാണ്. ഏറെ വാക്കുകളും വാക്യങ്ങളുമുള്ള ഒരു അധ്യായമാണ്. വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കണം. ആ അധ്യായം മുഴുവനും എന്തിനെ കുറിച്ചാണ് പറയുക? സ്തെഫാനോസ് കഴിഞ്ഞ കാലങ്ങളിൽ പൂർവീക അവകാശം തൊട്ട് അബ്രഹാം മുതൽ തങ്ങളെ വഴി നടത്തി ഇന്ന് ഈ കല്ലേറിന് മുൻപിൽ നിൽക്കുന്ന താൻ എന്ന സത്യം വരെയുള്ള ചരിത്രത്തെ സംശയത്തിനിടയില്ലാതെ എഴുതുകയാണ്. ഒരുപക്ഷേ അല്പം ആഴത്തിലുള്ള പഠനം നമുക്ക് നൽകുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയാത്ത ചില ദർശനങ്ങൾ പോലും സ്തെഫാനോസിന്റെ പ്രസംഗത്തിലുണ്ട്. അതാ മനുഷ്യന്റെ വലിയ പൈതൃക ബോധത്തിന്റെ വെളിപ്പെടലാണ്. 50 വർഷങ്ങളായി പ്രവാസ ജീവിതത്തിലുള്ളൊരു സമൂഹമാണിത്. സ്വന്തം നാട്ടിൽ നിന്ന് നമ്മൾ മാറി ഈ ദേശത്തായിരിക്കുകയാണ്. വളരെ അന്തസ്സോടെ, അഭിമാനത്തോടെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതെല്ലാം നിൽക്കുമ്പോൾ തന്നെ സ്നേഹിതരെ, ഏതെങ്കിലുമൊക്കെ വ്യതിചലനങ്ങൾ ഇടവകയായി, സമൂഹമായി, കുടുംബമായി, വ്യക്തികളായി നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമാണിതെന്ന് മറന്നു പോകരുത്. ഏതിലൊക്കെയാണ്? സത്യവിശ്വാസത്തിൽ നിന്ന് നാം വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒന്നാണ് ഓർത്തോദോക്സോ വിശ്വാസം എന്നുള്ളത്. അത് സ്തുതി ചൊവ്വാക്കപ്പെട്ടൊരു വിശ്വാസമാണ്. ഇവിടെ പിതാക്കന്മാരിലൂടെ കൈമാറി ലഭിച്ചൊരു വിശ്വാസമാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഓർത്തോദോക്സോ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ലെറ്റ് us return back to the origins. മാർത്തോമൻ പൈതൃകം എന്നൊരു സത്യമുണ്ട്. 2000 വർഷങ്ങളായി ഭാരതം എന്ന ദേശത്ത് പരിശുദ്ധനായ അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട സഭ എന്ന സത്യമുണ്ട്. ഒരുപക്ഷെ പുതിയ കാലത്ത് ഇതിന്റെ ഒന്നും ആവശ്യമല്ല. വാട്ട് ഇസ് ദ നീഡ് ഓഫ് എ സിസ്റ്റം എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. വാസ്തവത്തിൽ നമ്മളാക്കുന്നത് ഈ പൈതൃകമാണെന്ന്, ഈ മാർത്തോമൻ പൈതൃകമാണെന്ന് മറന്നു പോകരുത്. മടങ്ങി വരുവാനുള്ള സമയമാണ് സ്നേഹിതരെ. നമ്മൾ ഈ കാലത്തെ പലപ്പോഴും വിളിക്കുന്നുണ്ട്, ഇതൊരു സത്യാനന്തര കാലമാണ്. ദിസ് ഈസ് എ പോസ്റ്റ് ട്രൂത്ത് ഈറ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏതെങ്കിലുമൊക്കെ അനുഭവത്തിൽ ആ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ let us walk back to that truth. അങ്ങനെയുള്ള ഒരു സമഗ്രമായ മടക്കത്തിന്റെ, എന്ത് മടക്കം? പൈതൃക അവകാശത്തിലേക്ക്, ബോധത്തിലേക്കുള്ള മടക്കത്തിന്റെ സമയമാണ്. ഇടവകയായി ആ തീരുമാനത്തിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത് ഞാൻ കുറിച്ചിരിക്കുന്നത് ഇത് അനുരഞ്ജനത്തിന്റെ പെരുന്നാളാണെന്നുള്ളതാണ്. ദിസ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് റികൺസിലിയേഷൻ. ആ അധ്യായം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 25-ാം അധ്യായം വായിക്കുമ്പോഴുള്ള വളരെ റവല്യൂഷണറി ആയിട്ടുള്ള, വിപ്ലവാത്മകമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെയാണ്: നിന്നോട് എത്ര പണം കടപ്പെട്ടവനാണെങ്കിലും, നിനക്ക് എന്തൊക്കെ ഒരുവൻ തന്നു തീർക്കുവാനായിട്ടുണ്ടെങ്കിലും, ഈ യോവേൽ വർഷം ആ കടങ്ങൾ എഴുതി തള്ളണം. കടങ്ങൾ എഴുതി തള്ളുവാനുള്ള കാലമാണത്രേ യോവേൽ സംവത്സരം. അത് ദാസനാണെങ്കിലും, ചാർച്ചക്കാരനാണെങ്കിലും, സഹോദരനാണെങ്കിലും കടങ്ങൾ എഴുതി തള്ളണം. കാരണം അതിന്റെ അടിസ്ഥാന ആശയം ഇത്ര മാത്രമേ ഉള്ളൂ: നിനക്ക് ഇവിടെ ഒരു അവകാശമുള്ളതുപോലെ, ജീവിക്കുവാനുള്ള അവകാശമുള്ളതുപോലെ, he also has that right. അവനും അവകാശമുണ്ട് എന്ന ബോധ്യമാണ്. പകയില്ലാത്ത, അനാവശ്യ കണക്ക് കൂട്ടലുകളില്ലാത്ത സമയമാണത്രേ 50-ാമത്തെ വർഷം യോവേൽ സംവത്സരം. സ്തെഫാനോസിന്റെ ജീവിതത്തിലും ഈ അനുരഞ്ജനം എന്നൊരാശയം ഇങ്ങനെ ശക്തമായി നിൽക്കുകയാണ്. നമുക്കറിയാം, 2 വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തെഫാനോസിനെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഹിസ് ഫേസ് റിസംബിൾഡ് ദാറ്റ് ഓഫ് an angel. അവന്റെ മുഖം ആരെ പോലെ ആയിരുന്നു? ഒരു ദൂതനെ പോലെ, ദൈവദൂതനെ പോലെ ആയിരുന്നു. 2, അവൻ ഇങ്ങനെ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. നമ്മൾ ഈ ക്രൂശിലെ സ്നേഹത്തെ കുറിച്ച് എപ്പോഴും പറയുന്ന വാക്കുകളിൽ ഒന്നാണ്, that was a love of unconditional pardon. ഉപാധികളില്ലാതെ ക്ഷമിച്ച സ്നേഹമാണത്രേ കുരിശിലെ സ്നേഹം. സ്നേഹിതരെ, ഇത് നമ്മുടെ യോവേൽ സംവത്സരമാണ്, ക്ഷമയുടെ ഉത്സവമാണ്. ശാന്തമായി ചിന്തിക്കണം. 50 വർഷം ഒരു ഇടവകയായി, ഒരു കുടുംബമായി ജീവിച്ചതിനിടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. ചിലരെങ്കിലുമൊക്കെ പരസ്പരം കലഹിച്ചു എന്ന് വന്നേക്കാം. ഞാനാണ് വലിയവനെന്ന ബോധ്യം ചിലർക്കെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. എനിക്കെന്തിൻ്റെ കുറവ് എന്ന് ചോദിച്ച് ക്ഷമിക്കണമേ ചിലപ്പോഴെങ്കിലുമൊക്കെ അഹങ്കരിച്ചു പോയേക്കാം.
നമുക്ക് അനുരഞ്ജനപ്പെടാം. നമുക്ക് പരസ്പരം ഉപാധികളില്ലാതെ ക്ഷമിക്കാം. കാരണം ഞാൻ സന്തുഷ്ടനായിരിക്കുന്നത് പോലെ എൻ്റെ സഹോദരനും സന്തുഷ്ടനാകുമ്പോഴാണ് ഈ യോവേൽ പെരുന്നാൾ അർത്ഥപൂർണമാകുന്നത് എന്ന് മറന്നു പോകരുത്. ഇത് അനുരഞ്ജനത്തിന്റെ സമയമാണ്. സഹോദരങ്ങൾ തമ്മിലെങ്കിൽ, അല്ല സുഹൃത്തുക്കൾ തമ്മിലെങ്കിൽ, ഇടവകയിൽ അങ്ങനെയെങ്കിൽ, എവിടെയായാലും നമുക്ക് let us take a strong decision that we will reconcile without pardon. ഒരു ക്ഷമയും പറയാതെ, എന്നോട് ചോദിക്കാതെ ഒന്ന് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ദിസ് ഇസ് ഹൈ ടൈം ടു ട്രാൻസ്മിറ്റ് എന്നാണ്. നമുക്കൊന്നും പങ്കിട്ട് നൽകാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ചേർത്ത് കൊണ്ടുവരണം. ഇത് എന്നുവരെയുള്ളതാണ് ഈ കൂട്ടമെന്ന് ചോദിച്ചാൽ, എന്നുവരെയുള്ളതാണ് ഈ കൂട്ടം? ഈ കൂട്ടത്തിനൊരു ലക്ഷ്യമേ ഉള്ളൂ. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനെ എതിരേൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം, ഞങ്ങൾ മരിച്ചു പോകില്ലേ, ഞങ്ങൾ നാട്ടിലേക്ക് പോകില്ലേ? മരിച്ചു പോയേക്കാം, നാട്ടിലേക്ക് പോയേക്കാം. എന്നാൽ നമ്മുടെ തലമുറകളിലൂടെ എന്ന് കർത്താവ് വന്നാലും അവനെ ഒരു രക്ഷിത സമൂഹം എന്ന വണ്ണം എതിരേൽക്കുവാൻ തക്കവണ്ണം ഈ വിശ്വാസ കൂട്ടം ഇവിടെ ഉണ്ടാവണം. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നാം പറഞ്ഞ 3 ചിന്തകൾ നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. ഇത് വിമോചനത്തിന്റെ സമയമാണ്. എല്ലാ തരത്തിലുമുള്ള ബന്ധനങ്ങളിൽ നിന്ന്, ഇത് വ്യക്തിപരമായാലും ഇത് കളക്റ്റീവായാലും, എല്ലാ തരത്തിലുമുള്ള ബന്ധനങ്ങളിൽ നിന്ന് let us liberate ourselves. രണ്ടാമത് നാം കണ്ടത് ഇത് പൈതൃകാവകാശങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്കിന്റെ സമയമാണ്. If there happened any deviations, let us walk back to the origins, to the roots. മൂന്നാമത് അവസാനമായിട്ട് നാം കണ്ടത് ക്ഷമിക്കുവാനുള്ള, അനുരഞ്ജനപ്പെടുവാനുള്ള ഒരു ആഹ്വാനമായിരുന്നു. നമ്മുടെ ഇടയിൽ സംഭവിച്ചു പോയിട്ടുള്ള സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ക്രിസ്തുവിൽ ക്ഷമിക്കുന്ന ഇടത്ത് ഈ ഇടവക കർത്താവിനെ എതിരേൽക്കുവാനുള്ള ഒരു സമൂഹമായിട്ട് നിലനിൽക്കും. ഈ സന്ധ്യയോർത്ത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഇത്ര പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ, ഒരു ഇടത്ത് ഇങ്ങനെ ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകുന്നുവല്ലോ. ബിന്ദു തിരുമേനിയുടെ സാന്നിധ്യത്തെയൊക്കെ വലിയ സ്തോത്രത്തോടെയാണ് ഓർക്കുന്നത്.